നടക്കുമ്പോൾ ഈ ഒരു ലോഞ്ചിനൊപ്പം തന്നെ ഒരു പ്രോജക്റ്റ് കൂടെ ലോഞ്ച് ചെയ്യുന്ന ഒരു ആഗ്രഹത്തിലാണ്. നമസ്കാരം. ഓരോ ഫംഗ്ഷൻ ചെന്നിട്ട് തിരക്കോട്ട് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നതിനകത്തൊരു ഭംഗിക്കുറവുണ്ട്. പക്ഷേ നിവർത്തിയില്ലാതായിപ്പോയി. ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടെ നല്ല സമയം 11 മണിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞില്ല. എന്തായാലും കുഴപ്പമില്ല. കാരണം ഇത് രാജ്യത്തിൻ്റെ പരിപാടി വരാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചെയ്യട്ടെ. എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയിൽ രാജീവ് ഞാനൊരു വളരെ അടുത്ത രീതിയിൽ എടുക്കാം. ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് അറിയാമെങ്കിലും അവിടെ പറയാൻ വേണ്ടി സന്തോഷം. കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് ശരിക്കും എൻ്റെ എല്ലാ കാര്യത്തിനകത്ത് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് ഞാൻ ഇറങ്ങി പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് കാണാനായിട്ട് അവസരം കിട്ടാതെ പോയത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് നാളത്തെ രാജീവിൻ്റെ സ്വപ്നമാണ് ഈ ഒരു സിനിമ. രാജീവിൻ്റെ പത്നി എല്ലാം ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ ഏകദേശം 2017 തൊട്ട് വേറെ വെച്ചറിയാം. അങ്ങനെ ഇവിടെ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി മാത്രമാണ് വന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും എൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടി ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. കുഞ്ചൻ സർ രണ്ട് വാക്ക്. നമസ്കാരം. രാജീവിൻ്റെ ഒരു ചിരകാല സ്വപ്നമാണ് ഇത്. അവൻ്റെ ഹാർഡ് വർക്ക്, അതിൻ്റെ പിന്നിലുള്ള പരിശ്രമം. പിന്നെ ഞാൻ വളരെ കാലമായിട്ട് കുറച്ച് വിട്ടു നിൽക്കുകയായിരുന്നു ഇതിനോടുള്ള ബന്ധം. അപ്പം അതൊക്കെ മാറി വീണ്ടും സൂര്യോദയം ഉണ്ടായിരിക്കുകയാണ്. രാജീവൻ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം അഭിനയം തുടങ്ങി, അഭിനയത്തിന് അഭിനയത്തിലേക്ക് മാറി. ഓരോന്നിലും അതിൻ്റെ വ്യക്തിത്വം ഉണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ ചിരകാല സ്വപ്നമാണ്. അത് സാക്ഷീകരിച്ചു. എല്ലാ ദൈവദിനം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ചിത്രത്തിന്റെ പൂജാ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായി രാജീവേട്ടന്റെ കുടുംബാംഗങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രശസ്ത സംവിധായകൻ അംബ്ലിയസ് ലണ്ടൻ, BSNL ഉദ്യോഗസ്ഥയായിരുന്ന രതി റാണി, അന്തരിച്ച സംഗീത സംവിധായകയും ഗായികയുമായിരുന്ന ഡോക്ടർ രേഖ റാണി എന്നിവരാണ് സഹോദരങ്ങൾ. സോ ഇന്നിവിടെ വേദിയിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റാണ് കുഞ്ചൻ്റെ കയ്യിൽ നിന്ന് അഭിമാനകരമാണ്. മേഡയും ഹസിബിക്കോട്ടും താങ്ക് യു. അടുത്തത് 2 വാക്ക് ആശംസ പറയാനായിട്ട് ഞാൻ റാണീശ്വരൻ. നമ്മുടെ സ്വന്തം ഒരു കാര്യം നടക്കുന്ന സന്തോഷം. അത് മറ്റൊന്നുകൊണ്ടുമല്ല, രാജീവേട്ടൻ ഒരു മൂത്ത ചേട്ടൻ തന്നെയാണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ചേച്ചി. രണ്ടുപേരും നമുക്ക് സ്വന്തമാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് എന്താ പറയുക, നമ്മുടെ ഗാർഡിയൻസ് പറയും, ലോക്കൽ ഗാർഡിയൻസ് എന്ന് പറയുന്ന പോലെ നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന 2 ആളുകളാണ് നമ്മുടെ നെടും തൂണുകളാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സിനിമയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ സിനിമയോട് ചേർന്ന് നിൽക്കുക, സിനിമയിൽ ആയിരിക്കുക എന്നതിലുള്ള വലിയൊരു സന്തോഷം മറ്റൊന്നുമില്ല. രാജീവേട്ടന് അത് വർഷങ്ങളായിട്ട് രാജീവേട്ടൻ ശ്വസിക്കുന്നതും രാജീവേട്ടൻ ചിന്തിക്കുന്നതും രാജീവേട്ടൻ ചലിക്കുന്നതും ഒക്കെ സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു കൾമിനേഷൻ, അതിന്റെ ഒരു നല്ലൊരു റിസൾട്ടിലേക്ക് പോകുന്നൊരു ദിവസത്തിന്റെ തുടക്കമാണ് ഇന്ന്. ഒരു പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ആവുന്നു, ഒപ്പം തന്നെ ഒരു നല്ല സിനിമ
ഒരു നല്ല ടൈറ്റിൽ. എന്തായാലും ഈ പ്രൊഡക്ഷൻ ഹൗസിനും ഈ സിനിമയ്ക്കും എല്ലാവിധ വിജയവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നൂലെന്ന് പറയുന്ന സിനിമ പേര് പോലെ തന്നെ ഒരുപാട് വിജയങ്ങൾ നെയ്തെടുക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വ്യക്തിപരമായ സന്തോഷം പറയാന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ സിനിമയുടെ ഭാഗമായിരുന്ന ഒരാളാണ് മഞ്ചേരി ചന്ദ്രൻ. അദ്ദേഹം ഇന്നില്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അച്ഛനെ ഓർമ്മിപ്പിക്കുന്ന അച്ഛൻ്റെ പ്രിയ സുഹൃത്തുക്കള് കുഞ്ചനങ്ങളെ കാണാൻ സാധിക്കുന്നു. ശാന്തകുമാരി അമ്മ, അച്ഛനൊരു ചെറിയ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളിലെ കമ്പനി ആർട്ടിസ്റ്റ് ആയിരുന്നു ശാന്തകുമാരി അമ്മ. അപ്പൊ അമ്മയെ കാണാൻ സാധിച്ചു, ഇവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു, ഇവരൊക്കെയുള്ള ഇടത്തിൽ ഇരിക്കാൻ സാധിച്ചു. അപ്പൊ ഒരിക്കൽ കൂടി രാജീവേട്ടനും ചേച്ചിക്കുള്ള സ്നേഹം, അവരുടെ സംരംഭത്തിനുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളോടെയും നിർത്തുന്നു. നന്ദി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ അമ്മയുടെ ഒരുപാട് നാളത്തെ ഒരു അംഗമാണ് രാജുവേട്ടൻ അമ്മ അസോസിയേഷന്റെ. അപ്പോൾ അമ്മ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ലോഞ്ചിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. അതോടൊപ്പം ഞങ്ങളുടെ അമ്മയിലുള്ള ഒരുപാട് മെമ്പേഴ്സ് പങ്കെടുത്ത ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ രാജുവേട്ടനും സജിനി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട അമ്മയിലെ എല്ലാ മെമ്പേഴ്സിനും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നതാണ്. അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് എനിക്ക് അവരെല്ലാം. കുഞ്ചേട്ടനാണെങ്കിലും ഓരോരുത്തരുടെ പേര് പറയാൻ പോയാൽ എല്ലാം കൺഫ്യൂഷൻ. പെട്ടെന്ന് പേടിച്ചത് ഞാൻ പേര് മറന്നുവെന്നാണ്. എനിക്കറിയാം. കുഞ്ചേട്ടൻ വൈഫ് രവീന്ദ്രൻ ചേട്ടൻ, ശാന്തകുമാരി അമ്മ, ഗോമതി അമ്മ, ഓമന അമ്മ, ദീപിക ചേച്ചി, അങ്ങനെ ദിവ്യ, ഇങ്ങനെ ഓരോരുത്തരും ഒത്തിരി പേരുണ്ട് ഞങ്ങളുടെ അമ്മയുടെ മെമ്പേഴ്സ്. അതുപോലെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസിലെ താരം അനീഷ്, അങ്ങനെ എല്ലാവരും ഒന്നിച്ചുള്ള ഈ ഫംഗ്ഷനെ പങ്കെടുക്കാൻ സാധിച്ചതിലും ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരുപാട് വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അല്പം പനി പോയി വന്നത് സിംസാറിനെ ഞാൻ കൂടി ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. സിംസാർ അവിടെ നിന്ന് ആദ്യം രണ്ടു വാക്ക് സംസാരിച്ചിട്ട് നേരത്തെ പോകും. നമുക്ക് അത്ര പെട്ടെന്ന് വരാൻ പറ്റില്ല, അതാണ് ലേറ്റായിരുന്നു. പിന്നെ അവിടെ പുറകിൽ ചായ ഉള്ളതുകൊണ്ട് അവിടെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം രാജുവേട്ടൻ്റെ നമ്മളെക്കാളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ളൊരു അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ, നമ്മളെക്കാളൊക്കെ വളരെ നേരത്തെ തന്നെ സിനിമ സീരിയലൊക്കെ തൻ്റെതായിട്ടുള്ള എല്ലാ കഴിവും പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിന് സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ബിറ്റ്വീൻ ദ കപ്പാനിൽ പലപ്പോഴും പുള്ളിയുടെ പ്രൊജക്റ്റുകൾ മാറിപ്പോയൊക്കെ നമ്മൾ വളരെ പ്രശ്നത്തോടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയിൽ തന്നെ അദ്ദേഹം ചെയ്യുമെന്ന് പറയുന്നതായിരിക്കാം ചിലപ്പോൾ നിയോഗം. അപ്പോൾ എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നിത്യം ഗണേശം പരമഹിതം ദാനസംതം ധർമ്മേശം ഏകം ദേവം ത്വനേകം പരമസുഖയുതം ദേവദേവം പ്രസന്നം ളിതമകലോലോലമന്താലിമാനം നന്ദം വിഘ്നരാജം സകലസുതനം ഗണേശം കൈയടി കൊടുക്കുക. വിരല് നോക്കണം, വിരല് ചിലപ്പോൾ താങ്ക് യു. ഓക്കെ, താങ്ക് യു.
എല്ലാവർക്കും വിനീതമായ നമസ്കാരം. രാജീവ് രംഗന്റെ എല്ലാ ആഗ്രഹങ്ങളും സന്തോഷവും സമാധാനവുമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി എൻ്റെ എല്ലാവരുടെ നന്മകളും കഴിഞ്ഞ് നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നല്ലൊരു സിനിമയായി നടക്കട്ടെ. ഈ പ്രൊഡക്ഷനും എല്ലാം ദൈവാനുഗ്രഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയാണ് പറഞ്ഞ അമ്മയാണ് എൻ്റെ കുട്ടി എന്ന് തന്നെ പറയാം. ഭാഗവതരെ എന്ന് വിളിക്കും. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പുസ്തകമുണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടെ ഇന്നുണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. വ്യാഴാഴ്ച നല്ല ദിവസം പൂർണ്ണത്രൈസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എൻ്റെ കുട്ടിക്ക് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഞാൻ വളരെ ആദരിക്കുന്ന ഒരു സംവിധായകൻ, പഴയകാലത്തെ ഒരു എന്താ പറയുക മികച്ച ടെക്നീഷ്യനാണ് വേണിച്ചേട്ടൻ. വേണിച്ചേട്ടൻ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു തിരിക്കാൻ പെട്ടെന്ന് വിട്ടുപോയി ക്ഷമിക്കണം. വേണിച്ചേട്ടൻ രണ്ട് വാക്ക് പറയാൻ ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു രാജീവ്. രാജീവിനെ എന്നെ പരിചയപ്പെടുത്തി എനിക്ക് ഒരു ബാസി മൗലി എന്നൊരു റൈറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം തൊഴിലൊക്കെയായിരുന്നു. അദ്ദേഹമാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഓർമ്മ വളരെ വർഷക്കാലം മുമ്പാണ്. വളരെ അടുത്ത സുഹൃത്തുക്കളെ പുലർത്തിയും വളരെ സ്നേഹത്തോടുകൂടി ഇന്നുവരെ കാണും. മാത്രമല്ല എൻ്റെ ഒരു അയൽവാസിയായിട്ട് വരികയും ചെയ്തു അദ്ദേഹം. അദ്ദേഹം ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ സിനിമയെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ശ്രീ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും പറയും ശ്രീ സാറിൻ്റെ എല്ലാ അസിസ്റ്റൻസിനും നല്ല ഉയരങ്ങൾ എത്തിയിട്ടുണ്ട്. അതേപോലെ രാജീവും വളരെ ഉയരങ്ങളിലേക്ക് എത്തും. ഡയറക്ഷനാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള രാജീവിൻ്റെ കൈയൊതുങ്ങുന്നത്. കാരണം അദ്ദേഹം അത്രയും മികച്ചയാണ്. അദ്ദേഹം നല്ല സ്റ്റോറി എഴുതി ഡയറക്ടറിനെ എൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും, പ്രാർത്ഥനയുണ്ടാവും. എല്ലാം നന്നായി ഭവിക്കട്ടെ. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ പടം നല്ല സൂപ്പർ ഹിറ്റാകും എന്ന്. എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.